ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി ഗാന്ധിജിയുടെ ഇന്ത്യ എന്ന വിഷയത്തെ മുൻനിർത്തിയുള്ള പ്രഭാഷണത്തിലൂടെ ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ച ആദരണീയനായ ശ്രീ KNA ഖാദർ, ഈ സംരംഭത്തിൻ്റെ സംഘാടകരിൽ പ്രധാനിയായിട്ടുള്ള ശ്രീ ജോസ് വെള്ളൂർ, വേദിയിലെ മറ്റ് പ്രഭാഷകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. തൻ്റെ ജീവിതകാലത്ത് ഗാന്ധി 2 തവണ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാകുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ആദ്യത്തെ തവണ അദ്ദേഹം ആ സംരംഭത്തിൽ വലിയ തോതിൽ വിജയിക്കുകയും, രണ്ടാമത്തെ തവണ അദ്ദേഹം തൻ്റെ ജീവൻ തന്നെ ബലിയായി നൽകിക്കൊണ്ട് ആ സംരംഭത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്തു. ഒരുപക്ഷെ ഇന്ന് ഒരു മതരാഷ്ട്രം എന്നതിലേക്ക് ഏതാണ്ട് പൂർണ്ണമായി ചുവടുവെച്ച് കഴിഞ്ഞ ഒരു രാജ്യത്ത് ജീവിക്കുന്ന നമുക്ക് ഈ മതരാഷ്ട്രവാദത്തെ ചെറുക്കാനും പ്രതിരോധിക്കാനും ഈ രാജ്യം അവശേഷിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബലിഷ്ഠമായ, ഏറ്റവും ധാർമ്മിക മൂല്യമുള്ള ബലം ഗാന്ധിയുടേതാണ് എന്ന് ഞാൻ കരുതുന്നു. മറ്റേതെങ്കിലും ഒരു ശക്തി സ്വരൂപത്തിന് ഇന്ത്യയിലെ വർഗീയതയെ ചെറുക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ ആഴത്തിൽ ഗാന്ധിയുടെ ഓർമ്മകൾക്കും ഗാന്ധിയുടെ ആശയങ്ങൾക്കും ഗാന്ധിയുടെ ജീവിതത്തിനും വർഗീയതയ്ക്കെതിരായ സമരത്തിൽ നമുക്ക് ഊർജം നൽകാൻ കഴിയും. ഗാന്ധി ഒരു പഴയ പേരല്ല, ഗാന്ധി ഒരു ഭൂതകാലവും അല്ല. അപ്പോൾ നമുക്ക് മനുഷ്യരെ പല നിലയ്ക്ക് ഓർമ്മിക്കാം. നാം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആയ ആളുകളെ, അവരുമായി നമുക്കുണ്ടായിരുന്ന സൗഹൃദത്തെയും സ്നേഹവാത്സല്യങ്ങളെയും ഒക്കെ മുൻനിർത്തി ഓർമ്മിക്കാറുണ്ട്. ഓർമ്മയുടെ ചരിത്രത്തിൽ അതിനെ വ്യക്തിഗതമായ ഓർമ്മ, പേഴ്സണൽ മെമ്മറി എന്നാണ് പറയുക. രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനങ്ങൾക്ക്, സംഘടനകൾക്ക്, പ്രസ്ഥാനങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ച അതിൻ്റെ ആദ്യപഥികരെയൊക്കെ പിൽക്കാലത്ത് ആ സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഓർമ്മിക്കാറുണ്ട്. അതിന് വേണമെങ്കിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ മെമ്മറി, സ്ഥാപനപരമായ ഓർമ്മ എന്നൊക്കെ പറയാം. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഓർമ്മയുടെ ഒരു പ്രകാരം ഭൂതകാലത്തിൽ ജീവിക്കുകയും എന്നാൽ വർത്തമാനകാലത്തിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഓർമ്മകളുടേതാണ്. അത്തരം ഓർമ്മകളുടെ സവിശേഷത അത് ഭൂതകാലത്തിൽ ജീവിച്ചു എന്നത് കാലപരമായി മാത്രമാണ്. അനുഭവപരമായി വർത്തമാനകാലത്തിലും അവ ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ കാലത്തും ആഴത്തിൽ ഇടപെടാൻ കഴിയുന്ന അതിപ്രധാനമായൊരു ഓർമ്മയാണ് ഗാന്ധിയുടേത്. അതുകൊണ്ടാണ് ഗാന്ധി ഞാൻ പഴയൊരു കാലമല്ല, വർത്തമാനകാലത്തെ പ്രവൃത്തിയാണ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഈ കാലത്ത് ഗാന്ധിയോളം ആ നിലയിൽ പ്രവർത്തനശേഷിയുള്ള മറ്റേതെങ്കിലും ഒരു ഓർമ്മ നമ്മുടെ ദേശീയ പാരമ്പര്യം അവശേഷിപ്പിച്ചിട്ടുണ്ടോ എന്നത് സംശയവുമാണ്. 1915 ഗാന്ധി ഇന്ത്യയിൽ വരുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാനം ഏതാണ്ടൊരു 4 പതിറ്റാണ്ടോളം എത്തിയിട്ടുണ്ട്. 3 പതിറ്റാണ്ട്, 1885 നിന്ന് 3 പതിറ്റാണ്ട് ദേശീയ പ്രസ്ഥാനം പിന്നിട്ട് കഴിഞ്ഞ ഘട്ടത്തിലാണ് ഗാന്ധി ഇന്ത്യയിൽ വരുന്നത്. ആ ഘട്ടത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം ഒട്ടൊക്കെ മതരാഷ്ട്രപരമായിരുന്നു. അത് ബാലഗംഗാധര തിലകനായാലും ലാലാ ലജ്പത് റായാലും ബിപിൻ ചന്ദ്രപാലായാലും അരവിന്ദ ഘോഷായാലും ദേശീയ പ്രസ്ഥാനത്തിനുള്ളിലും അതിന് പുറത്ത് സ്വദേശി പ്രസ്ഥാനത്തിനകത്തുമൊക്കെ നിലനിന്ന നേതാക്കൾ പൊതുവിൽ ഇന്ത്യയെ ഒരു ഹിന്ദു രാജ്യം എന്ന നിലയിൽ ഭാവന ചെയ്താണ് ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം ഉയർത്തിക്കൊണ്ടിരുന്നത്. ആ ഗതി പതിയെ പതിയെ ശക്തിപ്പെടുകയും സ്വദേശി പ്രസ്ഥാനം വലിയ തോതിലുള്ളൊരു മതാത്മക മൂല്യം ഉള്ള ഒന്നായി മാറുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ ആണ് ഗാന്ധി ഇന്ത്യയിൽ ഇടപെടാൻ തുടങ്ങുന്നത്. ഗാന്ധിയുടെ ഇടപെടലിൽ ഒന്നാമത്തെ ഫലം ഇന്ത്യയെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ മതാത്മകമായ സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ ഒരു രാഷ്ട്രം എന്നതിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന മതനിരപേക്ഷമായ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ട ജനത എന്ന നിലയിലേക്ക് അതിനെ മാറ്റി എന്നതാണ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ
ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോവുക എന്ന മുദ്രാവാക്യത്തിന് പകരം കർഷകർക്ക് അവരുടെ വിളവിന് വില കിട്ടണം എന്ന മുദ്രാവാക്യം ഗാന്ധി ഉയർത്തി. ഇത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോവുക എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ 100-ൽ 10 പേരെയാണ് 15 പേരെയാണ് ഒരുപക്ഷെ സ്പർശിക്കുക എങ്കിൽ കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്ന മുദ്രാവാക്യം ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം മനുഷ്യരെയും സ്പർശിക്കുന്ന ഒന്നാണ്. ഇത് ചെറിയ വ്യത്യാസമല്ല. മതം കൊണ്ട്, ജാതി കൊണ്ട്, പ്രദേശം കൊണ്ട്, സംസ്കാരം കൊണ്ട് ഒക്കെ ചെതറിക്കിടക്കുന്ന മനുഷ്യർക്കിടയിൽ ഈ ചെതറിത്തെറിച്ച അവരുടെ ജീവിതാവസ്ഥകൾക്ക് കുറുകെ അവരെ കൂട്ടിയിണക്കുന്ന ഒരടിസ്ഥാന ശക്തിയെ കണ്ടെത്തുകയും ആ ശക്തിയെ മുൻനിർത്തി ഇന്ത്യൻ ജനതയെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന പണിയാണ് ഗാന്ധി ചെയ്തത്. അതിന് അദ്ദേഹത്തിന് മതം ഒരു അടിസ്ഥാന യുക്തിയായിരുന്നേയില്ല. മറിച്ച് അദ്ദേഹം കർഷകർ എന്ന ആശയം വെച്ചു, തൊഴിലാളികൾ എന്ന ആശയം വെച്ചു, ഇന്ത്യയിലെ ഗ്രാമീണ ജനത എന്ന ആശയം വെച്ചു, അവരുടെ ഉൽപ്പന്നങ്ങൾ, വിഭവങ്ങൾ എന്ന ആശയം വെച്ചു, ഉപ്പ് എന്ന അടിസ്ഥാന ആശയം വരെ അദ്ദേഹം കൊണ്ടുവന്നു. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആശയം ഗാന്ധിജി മുമ്പോട്ട് വെച്ച സമയത്ത് വാസ്തവത്തിൽ AICCയിൽ പോലും അതിന് വലിയ സംശയങ്ങളുണ്ടായിരുന്നു. ഒരു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് പര്യാപ്തമായൊരാശയമാണോ ഉപ്പിൻ്റെ നികുതി എന്നൊക്കെ അന്ന് ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. ഗാന്ധി കരുതിയത് അവസാനത്തെ ആളെയും ചെന്നു തൊടാവുന്ന മുദ്രാവാക്യങ്ങൾ സമരത്തിനുണ്ടാകണം, അല്ലാതെ ആദ്യത്തെ 10 പേരല്ല, അവസാനത്തെ ആൾ. ഉപ്പ് സ്പർശിക്കാത്ത ഒരാളുമില്ല, അതുകൊണ്ട് ഉപ്പിൽ നിന്ന് സമരം തുടങ്ങുക. ഇങ്ങനെ ഇർഫാൻ ഹബീബ് പിന്നെ പറയുന്നുണ്ട്, അമൂർത്തമായ രാഷ്ട്രീയ ആശയങ്ങളല്ല, മൂർത്തമായ ഭൗതിക പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങണം എന്ന തന്ത്രം ഇന്ത്യയിൽ ഏറ്റവും ഗംഭീരമായി പ്രയോഗിച്ച് കാണിച്ചത് ഗാന്ധിജിയാണ്. വാസ്തവത്തിൽ 20കൾ മുതൽ 1/4 നൂറ്റാണ്ട് കാലം ഗാന്ധിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ അടിസ്ഥാന പ്രശ്നങ്ങളെ മുൻനിർത്തുന്ന സമര സംഘാടനങ്ങളുടെയും ദേശീയത എന്ന സങ്കല്പത്തിൽ അത് വരുത്തിയ മാറ്റത്തിൻ്റെയും ഫലമായിട്ടാണ് ഒരുപക്ഷെ 1920കളിൽ ഒരു മതരാഷ്ട്രത്തിലേക്ക് ചുവടുവെച്ചുകൊണ്ടിരുന്ന ഇന്ത്യ മതനിരപേക്ഷമെന്ന ഒരു പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിപ്പെട്ടത്. ഇപ്പം തിലകൻ്റെ വഴിയായിരുന്നു ഇന്ത്യ സഞ്ചരിച്ചിരുന്നതെങ്കിൽ, തിലകൻ തന്നെ വേണ്ട, ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ തുടങ്ങിയ ആദ്യകാല നേതാക്കളുടെ വഴിയിലൂടെ സ്വാഭാവികമായിട്ടാണ് ഇന്ത്യ സഞ്ചരിച്ചിരുന്നതെങ്കിൽ നാം സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ഘട്ടത്തിൽ ഉയർത്തിപ്പിടിച്ച മതനിരപേക്ഷത ഇന്ത്യൻ രാഷ്ട്ര ദേശീയതയുടെയോ ഇന്ത്യ എന്ന രാഷ്ട്രത്തിൻ്റെയോ അടിസ്ഥാന മുദ്രാവാക്യമാകുക എളുപ്പമായിരുന്നില്ല. ഇപ്പം തിലകൻ അദ്ദേഹത്തിൻ്റെ മഹിമയുറ്റ നേതൃപാഠങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ തിലകൻ നവോത്ഥാനപരമായ എല്ലാ പരിശ്രമങ്ങൾക്കും എതിരായിരുന്നു. അദ്ദേഹം ഐത്തോച്ചാടനം പോലുള്ള സമരമാർഗങ്ങളെ പിന്തുണച്ചിരുന്നില്ല. ബാലികാ വിവാഹം നിരോധിക്കാനുള്ള ശ്രമങ്ങളോട് തിലകനെതിരായിരുന്നു. വിധവാ വിവാഹം എന്ന ആശയത്തിന് അദ്ദേഹം എതിരായിരുന്നു. അങ്ങനെ യാഥാസ്ഥിതികമായ ഹിന്ദു മതത്തിൻ്റെ ആചാരങ്ങളെ മിക്കവാറും പിന്തുണയ്ക്കുകയും ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന യുക്തിയെ മാത്രം സ്വാതന്ത്ര്യമായി കാണുകയും ചെയ്ത ഒരു വഴിയാണ് തിലകനെ ഉയർത്തിയത്. ഞാൻ തിലകൻ എന്ന് പറയുന്നത് ഗാന്ധിജിക്ക് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു തിലകൻ, വലിയ അഗാധ പണ്ഡിതൻ. ഗാന്ധിയൊന്നും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ മുമ്പിൽ അടുത്തും നിൽക്കുന്ന ആളല്ല. പക്ഷേ ആ മതരാഷ്ട്ര സങ്കല്പത്തിൽ നിന്ന് ബ്രിട്ടൻ ഇന്ത്യ വിടുക, പൊളിറ്റിക്കൽ ഫ്രീഡം ഫസ്റ്റ് എന്നതായിരുന്നു തിലകൻ്റെ ആശയം. ഗാന്ധിയുടെ ആശയമേ അതായിരുന്നില്ല. രാഷ്ട്രീയ സ്വാതന്ത്ര്യം കൊണ്ട് മാത്രം കൈവരുന്ന ഒന്നല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്നും കേവലമായ പൊളിറ്റിക്കൽ ഫ്രീഡം എന്നതിന് പകരം ഒരു വാക്ക് തന്നെ ഗാന്ധി ഉപയോഗപ്പെടുത്തേണ്ടായി. അതിൻ്റെ പേര് സ്വരാജ് എന്നാണ്. അത് പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമല്ല, അത് അവസാനത്തെ ആൾക്കും സാമൂഹ്യ അന്തസ്സും ജീവിത മൂല്യവും ഉറപ്പാക്കുന്ന ഒരു ജീവിത വ്യവസ്ഥയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം സ്വരാജ് എന്ന് പറഞ്ഞത്. ആ സ്വരാജ് എന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സങ്ങളിലൊന്ന് മതാധിഷ്ഠിതമായ രാഷ്ട്രസങ്കല്പമാണ് എന്ന് ഗാന്ധിക്ക് അറിയുമായിരുന്നു. ആ അറിവാണ് ഏതാണ്ട് 1920കൾ മുതൽ 45 വരെയുള്ള 1/4 നൂറ്റാണ്ട് കാലം കൊണ്ട് മതരാഷ്ട്രപരമായ ഒരു രാഷ്ട്ര സങ്കല്പത്തെ ചെറുക്കുന്നതിൻ്റെ കേന്ദ്രമായി ഗാന്ധിയെ മാറ്റി തീർത്തത്. ഗാന്ധി ഒറ്റയ്ക്കൊരാൾ ഇതെല്ലാം ചെയ്തു എന്ന് ഞാൻ പറയുകയല്ല. നിശ്ചയമായും ഗാന്ധിയുണ്ട്. ഗാന്ധിയോടൊപ്പം തന്നെ അദ്ദേഹത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ഒക്കെയായ ഒരു വലിയ വിഭാഗമുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാം ഒരു സംയോജിത ശ്രമത്തിൻ്റെ കേന്ദ്രമായി ഗാന്ധി മാറുകയും
മതരാഷ്ട്രം എന്നതിൽ നിന്ന് മതനിരപേക്ഷ രാഷ്ട്രം എന്നതിലേക്കുള്ള വഴിത്തിരിവ് അദ്ദേഹം ഉറപ്പാക്കിയെടുക്കുകയും ചെയ്തു. ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ കരുതുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. 1915 ഗാന്ധി തിരിച്ചെത്തുകയും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിലേക്ക് ഗാന്ധി എത്തിച്ചേരുകയും ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം 1920കളിലും 30കളിലും തന്നെ മതരാഷ്ട്രപരമായ ഒരു ഉന്നലിലേക്ക് വഴിമാറിപ്പോകുമായിരുന്നു. അതിനെ ചെറുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം സംശയരഹിതമായും ഗാന്ധിയാണ്. നിശ്ചയമായും നെഹ്റുവിൻ്റെ വഴി അതിനകത്ത് ഉണ്ട് താനും. രണ്ടാമത്തെ ഒരു ഘട്ടം വിഭജനത്തിൻ്റെ സന്ദർഭമാണ്. വിഭജന സന്ദർഭത്തിൽ വാസ്തവത്തിൽ ഇന്ത്യ ഏതാണ്ട് പൂർണ്ണമായും കൈവിട്ട് പോയി കഴിഞ്ഞിരുന്നു. 1947 സെപ്റ്റംബറിൽ ഗാന്ധി ഡൽഹിയിലേക്ക് കൽക്കട്ടയിൽ നിന്ന് തിരിച്ചെത്തുന്നുണ്ട്. സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം, ഗാന്ധി കൽക്കട്ടയ്ക്കപ്പുറം ബേലിയാഘട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇടിഞ്ഞു പൊളിയാറായ ഒരു വീട്ടിൽ ആണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ രാത്രി കൽക്കട്ട പൊതുവെ ശാന്തമായിരുന്നു. അതിനു മുമ്പ് വലിയ കലാപം അവിടെ നടന്നിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഗാന്ധി ചെല്ലുന്നത്. സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ദിനത്തിൽ കൽക്കട്ടയൊക്കെ ശാന്തമായിരുന്നു. ഗാന്ധി അതിൽ സന്തോഷിക്കുന്നുണ്ട്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ചേർന്നുള്ള ആഘോഷങ്ങളൊക്കെ ആ ദിവസങ്ങളിൽ നടക്കുന്നുണ്ട്. പക്ഷെ 31 രാത്രി ഗാന്ധി താമസിച്ചിരുന്ന ബേലിയാഘട്ടിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ഹൈഡ്രി മൻസിൽ എന്ന പേരായ കെട്ടിടം ആക്രമിക്കപ്പെട്ടു. ഗാന്ധിക്ക് നേരെ വടിയും കല്ലും ഒക്കെ വലിച്ചെറിയപ്പെട്ടു. ഗാന്ധിയുടെ അനുയായികളിൽ ചിലർക്ക് അവിടെ വെച്ച് പരിക്ക് പറ്റുകയും ചെയ്തു. പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട ജനക്കൂട്ടം അക്രോത്സുകമായി തുടരുകയാണ് ചെയ്തത്. പോലീസ് വന്നിട്ടാണ് അവരെ അവിടെ നിന്ന് ഒഴിവാക്കിയത്. ഈ അക്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവസാനിച്ച കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് തോന്നി. 31 രാത്രി കൽക്കട്ടയിൽ മാത്രം 50ഓളം പേർ കൊല്ലപ്പെട്ടു. അമർച്ച ചെയ്യപ്പെട്ട കലാപം ആരംഭിക്കുന്നു എന്ന് തോന്നിയ സന്ദർഭത്തിൽ 47 സെപ്റ്റംബർ 1 രാവിലെ ഗാന്ധി നിരാഹാരം പ്രഖ്യാപിച്ചു. 4 ദിവസത്തെ അദ്ദേഹത്തിൻ്റെ നിരാഹാരത്തിന് ശേഷം സെപ്റ്റംബർ 4 അദ്ദേഹം നിരാഹാരം പിൻവലിച്ചത്. ആ നിരാഹാരമാണ് കൽക്കട്ടയെ കലാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ആ നിരാഹാരം ചരിത്രത്തിൽ അറിയപ്പെട്ടത് കൽക്കത്ത മിറാക്കിൾ എന്നാണ്. മൗണ്ട് ബാറ്റൻ പിന്നീട് നെഹ്റു ഗാന്ധിക്ക് എഴുതിയ ഒരു കത്തുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ എറണാകുളത്ത് ഗാന്ധിയുടെ അവസാന ദിവസങ്ങൾ ചിത്രീകരിച്ച വലിയൊരു എക്സിബിഷൻ നടക്കുകയുണ്ടായി. നമ്മുടെ PN ഗോപീകൃഷ്ണനും ഒക്കെ ചേർന്ന്, മുരളി ചീരോത്തും സുധീഷും ഒക്കെ ചേർന്ന് തയ്യാറാക്കിയ ഒരു വലിയ ചിത്ര പ്രദർശനം നടക്കുകയുണ്ടായി. ആ പ്രദർശനത്തിൽ ഈ കത്തുണ്ട്, മൗണ്ട് ബാറ്റൻ ഗാന്ധിക്ക് എഴുതിയ കത്ത്. ആ കത്തിൽ മൗണ്ട് ബാറ്റൻ പറയുന്നുണ്ട്, പഞ്ചാബിൽ ഞങ്ങളുടെ സൈന്യത്തിൽ 65,000-ത്തിലധികം പട്ടാളക്കാരാണ് ഉണ്ടായിരുന്നത്. എന്നിട്ടും പഞ്ചാബിൽ എണ്ണിയാൽ തീരാത്തത്ര ശവശരീരങ്ങളുണ്ടായിരുന്നു. കൽക്കത്തയിൽ ഞങ്ങളുടെ സൈന്യത്തിൽ ഒരേ ഒരാൾ മാത്രമാണ് ഉണ്ടായത്. കൽക്കട്ടയിൽ പക്ഷേ ആരും പിന്നെ കൊല ചെയ്യപ്പെട്ടില്ല. ഇങ്ങനെ 65,000 പട്ടാളക്കാർക്ക് നിറവേറ്റാനോ തടയാൻ കഴിയാതിരുന്ന ഒരു കൂട്ടക്കൊലയെ ഒരൊറ്റ ആൾ 50 റാത്തിൽ തൂക്കം പോലും ഇല്ലാത്ത 78 വയസ്സെത്തിയ ഒരാൾ 4 ദിവസം പട്ടിണി കിടന്ന് പിടിച്ചു കെട്ടി എന്നത് ചരിത്രത്തിൽ നിങ്ങൾക്ക് സദൃശ്യമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതാണ് പിന്നീട് രാജഗോപാലാചാരി പറയുന്നുണ്ട്, ഗാന്ധി തൻ്റെ ജീവിതം കൊണ്ട് പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം കോടിക്കണക്കിന് മനുഷ്യരെ ആകർഷിച്ചിട്ടുണ്ട്, സമരമുഖങ്ങളിൽ അണിനിരത്തിയിട്ടുണ്ട്, അഹിംസയെ ഇത്ര ബലമുള്ള ഒരു സമരായുധമാക്കി മാറ്റിയിട്ടുണ്ട്. അവയെല്ലാം നിൽക്കെ തന്നെ ഗാന്ധി ചെയ്ത അത്ഭുതങ്ങളിൽ ഏറ്റവും വലിയ അത്ഭുതം കൽക്കട്ടയിൽ അദ്ദേഹം നടത്തിയ പ്രവൃത്തിയാണ് എന്ന് രാജഗോപാലാചാരി പറയുന്നുണ്ട്. അതാണ് കൽക്കട്ട മിറാക്കിൾ എന്നറിയപ്പെട്ടത്. കൽക്കട്ടയിലെ കലാപം അവസാനിപ്പിച്ച് ഗാന്ധി സെപ്റ്റംബർ 7 കൽക്കട്ടയിൽ നിന്ന് പുറപ്പെട്ടു. സെപ്റ്റംബർ 9 രാവിലെയാണ് അദ്ദേഹം ഡൽഹിയിലെത്തുന്നത്. ഞാൻ അതിൻ്റെ മുഴുവൻ ചരിത്രമൊന്നും പറയുന്നില്ല. സെപ്റ്റംബർ 9 വന്ന് അദ്ദേഹം വാസ്തവത്തിൽ ഡൽഹിയിൽ തങ്ങാനല്ല വന്നത്, പഞ്ചാബിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം പഞ്ചാബ് അങ്ങനെ കലാപത്തിൻ്റെ പിടിയിലാണ്. മൗണ്ട് ബാറ്റനും നെഹ്റുവും പട്ടേലും ഒക്കെ ഗാന്ധിയോട് പഞ്ചാബിലെത്താൻ ആ സമയത്ത് ആവശ്യപ്പെടുന്നുണ്ട്. ഡൽഹിയിലെത്തി 2 ദിവസം തങ്ങിയിട്ട് പഞ്ചാബിലേക്ക് പോകാനാണ് ഗാന്ധി തീരുമാനിച്ചിരുന്നത്. പക്ഷെ 9 രാവിലെ
ഗാന്ധി ഡൽഹിയിൽ തീവണ്ടി ഇറങ്ങുന്ന സമയത്ത് ഗാന്ധിയെ സ്വീകരിക്കാൻ വന്ന പട്ടേലും രാജ്കുമാരി അമർ കൗർ അടക്കമുള്ള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളും അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ബിർള ഹൗസിലേക്കാണ്. ഗാന്ധി ഡൽഹിയിൽ അക്കാലം വരെ താമസിച്ചിരുന്നത് ഭാംഗി കോളനികളിലാണ്, തോട്ടികളുടെ കോളനിയിലാണ്. പക്ഷെ അവിടെയെല്ലാം അഭയാർത്ഥികളെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നത് കൊണ്ട് ഗാന്ധിയെ ബിർള ഹൗസിലേക്ക് കൊണ്ടുപോയി. അന്നത്തെ ദിവസത്തെക്കുറിച്ച് ഗാന്ധി പിന്നീട് എഴുതിയത്, സർദാർ എപ്പോഴും തലയുയർത്തിയാണ് നടക്കുക, പക്ഷെ ഇന്ന് സർദാർ തലതാഴ്ത്തിയാണ് നടന്നത്. ആ തലതാഴ്ത്തി നടന്ന ആ ദിവസം വൈകുന്നേരം ഗാന്ധി ഹുമയൂൺ ടൂമ്പിൽ പോയി. ഹുമയൂൺ ടൂമ്പ് ഡൽഹിയിലെ ഏറ്റവും വിശാലമായ പ്രദേശങ്ങളിൽ ഒന്നാണ് ഹുമയൂൺ ചക്രവർത്തിയുടെ ശവകുടീരം. 10,000-കണക്കിന് അഭയാർത്ഥികൾ തടിച്ചുകൂടി അവിടെ വെച്ച് ഗാന്ധിക്ക് നേരെ അവിടെ അഭയാർത്ഥികൾ വലിയ തോതിൽ അധിക്ഷേപങ്ങളും ചീത്തവാക്കുകളും അക്രമങ്ങളും ഒക്കെ നടത്തി. ഗാന്ധി അതെല്ലാം അക്ഷോഭ്യനായിട്ട് നേരിട്ടു. പഞ്ചാബിലേക്ക് പോകാനുള്ള തീരുമാനം ഗാന്ധി മാറ്റുകയും 114 ദിവസം ഗാന്ധി പിന്നീട് ഡൽഹിയിൽ തങ്ങുകയും ചെയ്തു. വാസ്തവത്തിൽ ഈ 114 ദിവസത്തെ പരിശ്രമങ്ങളും അതിന് അവസാന ദിവസം തൻ്റെ ജീവൻ ബലി നൽകിയ ഗാന്ധിയുടെ ഇടപെടലും ഇല്ലായിരുന്നു എങ്കിൽ 47-ലെ വിഭജനമുണ്ടാക്കിയ കലാപത്തെയോ വർഗീയമായ ചേരിതിരിവിനെയോ ഇന്ത്യ അതിജീവിക്കുമായിരുന്നില്ല എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഇന്ത്യ അതിജീവിച്ചത് അതുകൊണ്ട് മാത്രമാണ്. ഗാന്ധിയുടെ ചോരയില്ലായിരുന്നുവെങ്കിൽ ഒരാധുനിക രാഷ്ട്രമായി ഇന്ത്യ 2 കൊല്ലം പോലും നിലനിൽക്കുമായിരുന്നില്ല. കാരണം പട്ടാളം വർഗീയമായി വിഭജിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. പട്ടാളത്തെ രംഗത്തിറക്കണമെന്നും കലാപം തടയണമെന്നും ആവശ്യപ്പെടുന്ന സമയത്ത് താൻ പറഞ്ഞിട്ടവർ അനുസരിക്കുന്നില്ല എന്ന് നെഹ്റു വരെ സംസാരിക്കുന്നുണ്ട്. പട്ടാളം കമ്മ്യൂണലായി ഡിവൈഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരുന്നു. പോലീസിനോ പട്ടാളത്തിനോ ഡൽഹിയിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നതിന് മിക്കവാറും മൗനസമ്മതം കൊടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം പോലീസിങ്ങിനകത്ത് രൂപപ്പെട്ടിരുന്നു. ഇതിനെല്ലാം എതിരെയുള്ള നിരന്തരമായ ശ്രമമാണ് ഈ 114 ദിവസം ഗാന്ധി നടത്തിയത്. ആ ശ്രമങ്ങൾ പടിപടിയായി വിജയത്തിലെത്തിയ സമയത്താണ് കലാപം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നതായി തോന്നിയത് അദ്ദേഹത്തിന്. അതാണ് 1948 ജനുവരി 13 അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നിരാഹാരം ആയിട്ട് മാറിയത്. അദ്ദേഹം 5 ദിവസം നിരാഹാരം കിടന്നു. അപ്പോൾ 78 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരുന്നു. 47 ഒക്ടോബർ 2 ഗാന്ധിയുടെ 78ാമത്തെ ജന്മദിനമാണ്. അന്ന് ഗാന്ധിക്ക് ആശംസകളുമായി വന്ന ആളുകളോട് ഗാന്ധി പറഞ്ഞൊരു വാക്യം, ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ യഥാർത്ഥത്തിൽ ലജ്ജിക്കുന്നു എന്നാണ്. ഇങ്ങനെ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. 125 വയസ്സ് വരെ ജീവിക്കണം എന്നതായിരുന്നു ഗാന്ധിയുടെ ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ ലജ്ജിക്കുന്നുവെന്നും ആശംസകൾക്ക് പകരം അനുശോചനമാണ് നിങ്ങൾ എനിക്ക് നൽകേണ്ടത് എന്നുമൊക്കെ ഗാന്ധി അന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ജനുവരി 13 അദ്ദേഹം നിരാഹാരം ആരംഭിക്കുകയും ജനുവരി 12 വൈകുന്നേരമാണ് അദ്ദേഹം ഇത് പ്രഖ്യാപിക്കുന്നത്. ജനുവരി 12 ഒരു തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഗാന്ധിയുടെ മൗനവ്രതമാണ്. ഗാന്ധി അന്ന് പ്രാർത്ഥനാ യോഗത്തിൽ സംസാരിക്കില്ല. പകരം തൻ്റെ പ്രസംഗം എഴുതി തയ്യാറാക്കി അത് വായിക്കാനായിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുകയാണ് ചെയ്യുക. പ്രാർത്ഥനായോഗം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് താൻ എഴുതി തയ്യാറാക്കിയ പ്രസംഗം ഗാന്ധി തൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ ഡോക്ടർ സുശീല നയ്യാർക്ക് കൈമാറിയിട്ട് ഇത് വായിക്കാൻ ആവശ്യപ്പെടുന്നത്. അത് വായിക്കുന്ന സമയത്താണ് സുശീല നയ്യാരടക്കം നാളെ രാവിലെ ഗാന്ധി നിരാഹാരം ആരംഭിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ഗാന്ധിക്ക് നിരാഹാരം നടത്താനുള്ള ശാരീരിക ശേഷിയോ ആരോഗ്യമോ ഒന്നും അപ്പോഴില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കണം. 78ാം വയസ്സിൽ ജീവിതത്തിൻ്റെ അവസാനത്തെ ചുവട് വയ്ക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യൻ കാറ്റടിച്ചാൽ മറിഞ്ഞു വീഴാവുന്ന അത്ര ദുർബലമായി കഴിഞ്ഞ ഒരു ശരീരം, ആ ശരീരവും കൊണ്ടാണ് വാസ്തവത്തിൽ ഗാന്ധി ഈ അവസാനത്തെ നിരാഹാരത്തിൽ ഒരുങ്ങിയത്. വാസ്തവത്തിൽ വിഭജനം എന്ന ആശയത്തെ സമ്പൂർണമായി എതിർത്ത ഇന്ത്യയിലെ ഒരേ ഒരു നേതാവ് ഗാന്ധിയാണ്. വിഭജനം എന്ന ആശയം വന്ന സമയത്ത് പൊതുവിൽ അതിനോട് ചില ഭിന്നാഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വിഭജനം കൊണ്ട് പരമാവധി 5-10 ലക്ഷം ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്പ്ലേസ്ഡ് ആകും എന്നാണ് പൊതുവെ ആളുകൾ കരുതിയത്. ഗ്രാമങ്ങളിലെ അതിർത്തി ഗ്രാമങ്ങളിലെ കുറച്ച് പേര് അങ്ങോട്ട് പോകും,
കുറച്ച് പേര് ഇങ്ങോട്ട് വരും, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്നാണ്. കോടിക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളാണ്, കോടിക്കണക്കിന്. ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും. ഡൽഹിയിൽ നിന്ന് ലാഹോറിലേക്ക് പോയ തീവണ്ടികൾ അവിടെ എത്തുമ്പോൾ ജീവനുള്ളവരായിട്ട് വളരെ കുറച്ച് പേരെ ബാക്കിയുള്ളൂ, ബാക്കി ജഡങ്ങളാണ്. ലാഹോറിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന തീവണ്ടിയിലും ജഡങ്ങൾ മാത്രം. മുഴുവൻ സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെട്ടു, കുട്ടികൾ കൊല ചെയ്യപ്പെട്ടു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ കലാപത്തിൻ്റെ നടുവിലായിരുന്നു 47 മുതൽ ഓഗസ്റ്റ് മുതൽ ഡൽഹി. ഈ ഡൽഹിയിലാണ് ഗാന്ധി വന്നത്. അത് തടയാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലീസിനോ പട്ടാളത്തിനോ ഭരണകൂടത്തിനോ ഒന്നും കഴിയാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് തൻ്റെ അവസാന ശ്രമം എന്ന നിലയിൽ ഗാന്ധി 48 ജനുവരി 13 നിരാഹാരം പ്രഖ്യാപിക്കുന്നത്. 5-ാമത്തെ ദിവസം ഹിന്ദു മഹാസഭയും RSSും മുസ്ലിം ലീഗും അടക്കമുള്ള എല്ലാ സംഘടനകളും ചേർന്ന് ഡൽഹിയിലെ സമാധാനം തങ്ങൾ സംരക്ഷിക്കും എന്ന പ്രതിജ്ഞ എഴുതി തയ്യാറാക്കി അത് ഒപ്പിട്ട് ഗാന്ധിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് 18-ാം തീയതി വൈകുന്നേരം അദ്ദേഹം മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ മക്കൾ നിന്ന് നാരങ്ങനീര് വാങ്ങി കുടിച്ച് അദ്ദേഹം നിരാഹാരം അവസാനിപ്പിക്കും. ആ നിരാഹാരമാണ് ഇനി ഗാന്ധിയെ കൊല്ലുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന തീരുമാനത്തിലേക്ക് ഗോഡ്സെയും നാരായണാപ്തയെയും എത്തിക്കുന്നത്. അപ്പം തുടങ്ങിയതൊന്നുമല്ല കേട്ടോ. നിങ്ങൾ 48 ജനുവരിയിലാണ് ഗാന്ധി വധത്തിൻ്റെ ആദ്യത്തെ ശ്രമം എന്നൊന്നും ധരിക്കരുത്. 1932 അംബേദ്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അയിത്തോച്ചാടനത്തെ ഇന്ത്യയുടെ ദേശീയ സമരത്തിലെ നിർണായകമായ ഒരു പ്രവർത്തനമാക്കി മാറ്റാൻ ഗാന്ധി തീരുമാനിച്ചതിനെ തുടർന്ന് ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയ കേന്ദ്രമായിട്ടുള്ള മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണരുടെ നേതൃത്വത്തിലുള്ള സനാതനികൾ, ആ സനാതനികളിൽ ചിലർ ചേർന്ന് ഗാന്ധിയെ വധിക്കാനുള്ള ആദ്യ ശ്രമം ആസൂത്രണം ചെയ്യുകയും 1935 പൂനെയിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് വരുന്ന ഗാന്ധിയുടെ കാറിന് ബോംബെറിയുകയും ചെയ്യുന്നുണ്ട്. ആ ബോംബേറിൽ കാർ കത്തിപ്പോയി. ഭാഗ്യവശാൽ അന്ന് ഗാന്ധി സഞ്ചരിച്ചിരുന്നത് മറ്റൊരു കാറിലായതുകൊണ്ടാണ് അന്ന് ഗാന്ധി രക്ഷപ്പെടുന്നത്. ഈ കത്തിപ്പോയ കാറിൻ്റെ അവശിഷ്ടങ്ങൾ ബീഹാറിലെ പാറ്റ്ന മ്യൂസിയത്തിൽ, ഗാന്ധി മ്യൂസിയത്തിൽ നിങ്ങൾക്കിപ്പോഴും കാണാം. അന്ന് തുടങ്ങിയതാണ്. അന്ന് മുതൽ 48 ജനുവരി 30 വരെ 6 ശ്രമങ്ങൾ ഗാന്ധിക്കെതിരെ വധശ്രമങ്ങൾ നടന്നു. 6-ാമത്തെ വധശ്രമത്തിലാണ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. 48 ജനുവരി 20 മദൻലാൽ പഹ്വ എന്നു പേരായ പാകിസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്ന ഒരു പഞ്ചാബി ചെറുപ്പക്കാരൻ, 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ, അയാളാണ് ഗാന്ധിയുടെ പ്രാർത്ഥനാ യോഗത്തിന് ബോംബെറിയുന്നത്. പ്രാർത്ഥനാ യോഗത്തിൽ ഗാന്ധി ഇരിക്കുന്നതിൻ്റെ പുറകിൽ നിന്ന് ഗാന്ധിയെ കൈത്തോക്ക് കൊണ്ട് വെടിവെച്ച് വീഴ്ത്താൻ നിയോഗിക്കപ്പെട്ടിരുന്ന ഒരാളുണ്ടായിരുന്നു, ദിഗംബർ ബഡ്ഗെ എന്നു പേരായ ഒരാൾ. അദ്ദേഹത്തിന് പക്ഷേ അന്ന് ഗാന്ധിയെ അങ്ങനെ വധിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ അദ്ദേഹം പരിഭ്രാന്തനായി. അദ്ദേഹം അതിന് മുതിരാതെ മാറിപ്പോയതുകൊണ്ടാണ് 48 ജനുവരി 20 വധശ്രമം ഫലിക്കാതെ പോയത്. പഹ്വയെ പോലീസ് പിടികൂടി. എങ്കിലും നാരായണാപ്തയും ഗോഡ്സെയും ഈ ദിഗംബർ ബഡ്ഗയും ഒക്കെ പൂനെയിലേക്കും ബോംബെയിലേക്കും മടങ്ങിപ്പോവുകയും വീണ്ടും സവർക്കറെ ചെന്ന് കണ്ട് അവരും സവർക്കറുമായി കൂടിയാലോചന നടത്തി 27-ാം തീയതിയോടെ മടങ്ങിയെത്തി. അവർ വീണ്ടും വരും എന്ന് പോലീസിന് പഹ്വ കൊടുക്കുന്ന മൊഴിയിൽ പറയുന്നുണ്ട്. ആ വാക്യം അങ്ങനെയാണ്, വോ ഫിർ ആയേഗ, അവർ വീണ്ടും വരും. അവർ വീണ്ടും വരികയും ജനുവരി 30 പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് ഗാന്ധിയെ കൊലപ്പെടുത്തുകയും ചെയ്തു. വാസ്തവത്തിൽ ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ മാത്രമൊന്നുമല്ല. ഗാന്ധിയെ കൊന്നത് ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജിയുടെ പേരാണ് ഹിന്ദുത്വം എന്ന്. അത് ഖണ്ഡിതമായി പറയണം. അത് ഖണ്ഡിതമായി പറയാതെ നിങ്ങൾക്ക് ഈ രാജ്യത്തെ രക്ഷിക്കാൻ പറ്റില്ല. ഒത്തുതീർപ്പില്ലാതെ പറയണം. ഇർഫാൻ ഹബീബ് ഗാന്ധിയെക്കുറിച്ച് എഴുതിയ പഠനത്തിൽ, ഞാനൊരു ഇടതുപക്ഷക്കാരനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഗാന്ധിയോടുള്ള സമീപനം, ഇടതുപക്ഷത്തിൻ്റെ സമീപനം ആദ്യഘട്ടത്തിലൊക്കെ വളരെ വിമർശനാത്മകമായിരുന്നു. വ്യക്തിപരമായി ആ ഘട്ടത്തിലൊക്കെ ഗാന്ധി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സന്നിഗ്ധതയുള്ള ഒരാളായിരുന്നു ഞാൻ. എൻ്റെ അത്തരം സന്നിഗ്ധതകൾക്കൊക്കെ പരിഹാരമായത് 1996 ഞാൻ വായിച്ച ഒരു പ്രബന്ധമാണ്. അത് പ്രൊഫസർ ഇർഫാൻ ഹബീബിൻ്റെ ഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും എന്ന പ്രബന്ധമാണ്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. ആ പ്രബന്ധം അവസാനിപ്പിക്കുമ്പോൾ ഇർഫാൻ എഴുതുന്ന ഒരു വാക്യം, എന്താണ് ഗാന്ധി പഠിപ്പിക്കുന്ന പാഠം? ഇർഫാൻ എഴുതുന്നത്, നിർണായക നിമിഷങ്ങളിൽ
അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. നിർണായക നിമിഷങ്ങൾ അതുവരെ നിങ്ങൾക്ക് ഒത്തുതീർപ്പാകാം, നെഗോഷിയേറ്റ് ചെയ്യാം. പക്ഷെ ഏറ്റവും ക്രിട്ടിക്കൽ മൊമെന്റിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ആ വിട്ടുവീഴ്ചയില്ലായ്മയുടെ നിർഭയമായ സമരത്തിൻ്റെ പേരുകൂടിയാണ് വാസ്തവത്തിൽ ഗാന്ധി എന്നത്. അതിൻ്റെ മറുപുറത്തുള്ള പേരാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം എന്നത്. ആ ഹിന്ദുത്വ എന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെ സ്രോതസ്സാണ് സവർക്കർ. അതുകൊണ്ട് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ് എന്ന് കരുതി, ഗോഡ്സെയെ തൂക്കിക്കൊന്നു എന്ന് കരുതി നമ്മൾ ആ ആശയത്തെ തെറ്റായി മനസ്സിലാക്കരുത്. ഗോപികൃഷ്ണൻ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ട്, ഗോഡ്സെ ഒരു വെടിയുണ്ടയാണ്, പക്ഷെ കൈത്തോക്ക് സവർക്കറാണ്. കൈത്തോക്ക് സവർക്കറാണ്. ഹിന്ദുത്വം എന്ന രാഷ്ട്രീയ ആശയത്തിൻ്റെ ഒരു നടത്തിപ്പുകാരനാണ് ഗോഡ്സെ, അല്ലാതെ ഗോഡ്സെ അല്ല. ഗാന്ധിയും സവർക്കറും ഹിന്ദു മതത്തിൻ്റെ പ്രതിനിധികളായി ജീവിച്ച ആളുകളാണ്. ഗാന്ധി താനൊരു നിത്യവിശ്വാസിയാണ് എന്ന് കരുതിയിരുന്ന ആളാണ്. രാമനെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണ് ഗാന്ധി. രാമനെ മുൻനിർത്തി തന്നെയാണ് ഹിന്ദു രാഷ്ട്രത്തിൻ്റെ യുക്തികൾ ഫാസിസ്റ്റുകൾ ഈ രാജ്യത്തുണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കറിയാം. ഗാന്ധി ഹിന്ദുമതത്തിനകത്ത് ഇപ്പോൾ സിംല കോടതിയിൽ ഗോഡ്സെ സമർപ്പിച്ച പ്രസ്താവനയിൽ എന്തുകൊണ്ട് താൻ ഗാന്ധിയെ കൊന്നു എന്നതിൻ്റെ വിശദീകരണമായി നടത്തിയ പ്രസ്താവനയിൽ പറയുന്ന ഒരു കാര്യം, അഹിംസ, സത്യം മുതലായ മൂല്യങ്ങളെ കുത്തിക്കടത്തി ഗാന്ധി ഹിന്ദുമതത്തെ ദുർബലപ്പെടുത്തി എന്നതാണ്. വാസ്തവത്തിൽ ഗാന്ധിയുടെ മതം എന്ന് പറയുന്നത് നാം കാണുന്ന മതമൊന്നുമല്ല. ഗാന്ധിയുടെ മതം, ഗാന്ധി ഇന്ത്യയിലെ ഒരു ആരാധനാലയത്തിലും സന്ദർശനത്തിനായി പോകുന്ന ഒരാളായിരുന്നേയില്ല. അദ്ദേഹം ക്ഷേത്ര സന്ദർശകൻ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മതം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് അത്യപാരമായ ഒരു ധാർമ്മിക ബലമാണ്. ആ ധാർമ്മിക ബലം തന്നെ അദ്ദേഹം എല്ലാ കാലത്തും തൻ്റെ വീക്ഷണങ്ങളിൽ അടിസ്ഥാനമാക്കി മാറ്റുകയും ചെയ്തു. അതിനുപയുക്തമാകുന്ന മട്ടിൽ അദ്ദേഹം മതങ്ങളെ തന്നെ പുനർവ്യാഖ്യാനിച്ചു. ഇപ്പം മഹാഭാരതവും രാമായണവും ഒക്കെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട കൃതികളായിരുന്നുവെങ്കിലും അവയൊന്നും ചരിത്ര ഗ്രന്ഥങ്ങളോ വസ്തുതകളോ അല്ല എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധം മനുഷ്യ മനസ്സിലെ ധർമാധർമ്മ സംഘർഷത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ഗാന്ധി കരുതിയിരുന്നത്. ഭഗവത്ഗീത അഹിംസയുടെ സന്ദേശമാണ് നൽകുന്നത് എന്ന് ഗാന്ധി വ്യാഖ്യാനിച്ചു. അത് ഗാന്ധിയെ കൊണ്ട് മാത്രം നടക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇർഫാൻ ഹബീബ് അതേക്കുറിച്ച് എഴുതുന്നത് ഗീതയിൽ ഇല്ലാത്തതെല്ലാം ഗാന്ധി ഗീതയിൽ കണ്ടുപിടിച്ചു എന്നാണ്. കാരണം യുദ്ധം ചെയ്യാൻ മടിച്ച് ഈ യുദ്ധം കൊണ്ട് എന്താണ് കാര്യം എന്ന് ചോദിച്ച് യുദ്ധം നിർത്തിപ്പോവാൻ പുറപ്പെട്ട ഒരാളെ തിരിച്ച് ഈ കൂട്ടക്കൊലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഉപദേശിക്കപ്പെട്ട ഒരു കൃതിയാണല്ലോ ഭഗവത്ഗീത. സ്വജനം ഹി കഥം ഹത്വാ സുഖിനശ്യാമ മാധവ എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. കാണുന്ന ബന്ധുക്കളെ മുഴുവൻ കൊന്നിട്ട് നേടുന്ന വിജയം കൊണ്ട് എന്ത് കാര്യം കൃഷ്ണ എന്നാണ് അർജുനൻ ചോദിച്ച ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരാണ് വാസ്തവത്തിൽ ഭഗവത്ഗീത. ഇത് വ്യാഖ്യാനിച്ച് ഗാന്ധി ഇത് അഹിംസയാണ് എന്ന് പറയുകയും അഹിംസയിൽ അതിനെ ഉറപ്പിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ അടിസ്ഥാന ഗ്രന്ഥങ്ങളെ വരെ ഇർഫാൻ ഹബീബ് അത് പറയുന്നുണ്ട്. ഗാന്ധി എന്താണ് ചെയ്യുന്നത്? ആധുനിക ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളെ, തൊഴിലിൻ്റെ അന്തസ്സ്, മനുഷ്യർക്കിടയിലുള്ള സമത്വം, സാഹോദര്യം തുടങ്ങിയ ആധുനിക മൂല്യങ്ങളെ പാരമ്പര്യത്തിൻ്റെ പരിവേഷത്തിനുള്ളിൽ കൊണ്ടുവരികയാണ് ഗാന്ധി ചെയ്തത്. ഗാന്ധി സംസാരിച്ചത് ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ടാണ്. ഗാന്ധി പലപ്പോഴും സംസാരിച്ചത് രാമൻ എന്ന് പറഞ്ഞിട്ടാണ്. ഗാന്ധി പലപ്പോഴും സംസാരിച്ചത് ഭഗവത്ഗീത എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഇതിനകത്ത മൂല്യങ്ങളായി ഗാന്ധി അവതരിപ്പിച്ച ആശയങ്ങളൊന്നും അതിനകത്ത് സ്വാഭാവികമായിട്ടുള്ളതല്ല. എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നൊരാശയം നിങ്ങൾക്ക് വർണ്ണവ്യവസ്ഥയിൽ കാണാൻ പറ്റില്ല. ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ എന്ന് പറയുകയും സ്വധർമ്മമാണ് ശരി, പരധർമ്മം ഭയാവഹമാണ്, എല്ലാ മനുഷ്യർക്കും അവരവരുടേതായ വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുണ്ട്, ജാതിധർമ്മങ്ങളുണ്ട് എന്ന് നിർദ്ദേശിക്കുന്ന ഒരു പാരമ്പര്യത്തിനുള്ളിൽ കടന്നു കയറിയിട്ട് എല്ലാ തൊഴിലും അന്തസ്സുള്ളതാണ്, മനുഷ്യർ തുല്യരാണ് എന്ന് വാദിക്കുകയും മതത്തിനുള്ളിൽ തന്നെ മതത്തിൻ്റെ ആഭ്യന്തര ഘടനയെ പൊളിക്കുന്ന മട്ടിലുള്ള ഇടപെടലുകൾ നടത്തുകയുമാണ് ഗാന്ധി ചെയ്തത്. അതിൽ അദ്ദേഹം വിജയിച്ചു എന്നൊന്നും ഞാൻ പറയല്ല, പക്ഷെ ആ ശ്രമം പ്രധാനമായിരുന്നു. മതത്തിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഗാന്ധി മതത്തോട് പോരടിച്ചു. അതൊരു പക്ഷേ ഏറ്റവും നന്നായി മനസ്സിലായത് ഗോഡ്സെക്കാണ്.
കാരണം മതത്തെ ഗാന്ധി എന്താക്കി മാറ്റുന്നു? അഹിംസയുടെ മതമായി, സത്യബോധത്തിൻ്റെ മതമായി, നീതിയുടെ മതമായി, മൂല്യവ്യവസ്ഥയായി ഗാന്ധി മതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അക്രമോത്സുകമായ ഒരു മതരാഷ്ട്ര നിർമ്മിതിക്ക് ഉതകുന്ന ഒരു ശക്തി സ്വരൂപം എന്നതിൽ നിന്ന് സാർവത്രികമായ സ്നേഹാനുഭവം എന്നതിലേക്ക് മതത്തെ മാറ്റുന്ന അതിഭീമമായ ഒരു ഇടപെടലാണ് ഗാന്ധി വാസ്തവത്തിൽ മതത്തിനകത്ത് നടത്തിയത്. ആ ഇടപെടലിനെയാണ് വാസ്തവത്തിൽ ഹിന്ദുത്വം ഭയപ്പെട്ടത്. അല്ലെങ്കിൽ കൊല്ലേണ്ടത് നെഹ്റുവിനെയാണല്ലോ. നെഹ്റു ആധുനികനാണ്, ശാസ്ത്രവാദിയാണ്, പാരമ്പര്യ വിരോധിയാണ്, മതവിശ്വാസി അല്ലാത്ത ആളാണ്, നാസ്തികനാണ്. അതുകൊണ്ട് ഒരു മതവർഗീയവാദിയുടെ 1-ാം നമ്പർ ശത്രുവാകേണ്ട ആൾ യഥാർത്ഥത്തിൽ നെഹ്റുവാണ്. പക്ഷെ കൊല്ലപ്പെട്ടത് ഗാന്ധിയാണ്. കാരണം ഗാന്ധി പുറത്തുനിന്ന് സെക്യുലറിസം പറയുകയല്ല, ഈ മതരാഷ്ട്ര സങ്കല്പത്തിനുള്ളിൽ കടന്നു കയറി അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടുകയാണ് ഗാന്ധി ചെയ്തത്. ആ പോരാട്ടമാണ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിൽ അവസാനിച്ചത്. അതുകൊണ്ട് ഗാന്ധിയും മതവും എന്ന പ്രശ്നത്തെ നോക്കുന്ന സമയത്ത് ഞാൻ ദീർഘമായി പറയുന്നില്ല, ഞാൻ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. എന്തായിരുന്നു ഗാന്ധിയുടെ മതദർശനം? ഗാന്ധി ഒരു തത്വചിന്തകനൊന്നും അല്ല എന്ന് നിങ്ങൾക്കറിയുമല്ലോ. അദ്ദേഹം അങ്ങനെ ദാർശനികമായ പദാവലികളിലോ തിലകനെ പോലെ പാണ്ഡിത്യത്തിൻ്റെ പരിവേഷത്തിലോ അരവിന്ദ ഘോഷിനെ പോലെ തത്വചിന്തയുടെ ആശയാവലികളിലോ ഒന്നും സംസാരിച്ച ആളല്ല. അദ്ദേഹം വളരെ ലളിതമായി ജീവിതത്തെ നോക്കുകയും താൻ കണ്ട വസ്തുതകളെ വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ വിളിച്ചു പറയുമ്പോൾ താൻ മുമ്പ് പറഞ്ഞതിനെതിരാണോ എന്നതൊന്നും ഗാന്ധിയെ ഭയപ്പെടുത്തിയിട്ടില്ല. എപ്പോഴും ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാം എന്ന് ഗാന്ധി ആർക്കും വാക്ക് കൊടുക്കുന്നുമില്ല. എന്ന് മാത്രമല്ല, താൻ അഭിപ്രായങ്ങൾ മാറ്റുമെന്നും മാറ്റുന്നുണ്ട് എന്നും ഗാന്ധിക്ക് അറിയാമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗാന്ധി ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു വിഷയത്തിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എൻ്റെ അഭിപ്രായമായിട്ട് എടുത്താൽ മതി എന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ അർത്ഥം അതും എടുക്കണ്ടെന്നാണ് കേട്ടോ. ഒരു 10 കൊല്ലം കൂടി ജീവിച്ചെങ്കിൽ ഒരുപക്ഷെ പിന്നെയും മാറേണ്ടി വന്നേ. ഇത് അഭിപ്രായ സ്ഥിരതയില്ലായ്മയല്ല, മറിച്ച് യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു മടിയുമില്ല. ആ സത്യം തുറന്നു പറയുമ്പോൾ തന്നോട് തന്നെ താൻ എതിരിടേണ്ടി വരും എന്നതിനെക്കുറിച്ച് ഒരു ഉത്കണ്ഠയും ഇല്ല. സത്യത്തെക്കാൾ വലുതല്ല താൻ എന്ന് ഗാന്ധിക്ക് എപ്പോഴും അറിയായിരുന്നു. അതുകൊണ്ട് ഗാന്ധിയുടെ മതബോധത്തിലേക്ക് നോക്കിയാൽ 3 ഘട്ടങ്ങൾ നമുക്ക് നിർണായകമായിട്ട് കാണാം. 1920-കളിൽ അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങി വന്ന് ഇന്ത്യൻ പൊതുജീവിതത്തിൽ ഇടപെട്ട് തുടങ്ങുന്ന 1920-കളിൽ ഗാന്ധി ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ഒരു കാര്യം, മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമാണ്. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ വിൽ ഡെഫിനറ്റ്ലി ഇൻട്രൊഡ്യൂസ് റിലീജിയൻ ഇൻ ടു പൊളിറ്റിക്സ്. പൊളിറ്റിക്സ് വിത്തൗട്ട് റിലീജിയൻ ഈസ് ഇമ്മോറൽ എന്നദ്ദേഹം. മതമില്ലാത്ത രാഷ്ട്രീയം അധാർമികമാണ്. ഈ ഹിന്ദുത്വവാദികൾക്കൊന്നും ഈ വാക്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഗാന്ധി അടിച്ചു മാറ്റാൻ നോക്കിയത്. പിന്നെ വായനയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഗാന്ധി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. ഞാനിത് പൊതുവെ പറയാറില്ല, ഇനി നമ്മളായിട്ട് പറഞ്ഞ് ഇതങ്ങനെ ആക്കണ്ടല്ലോ എന്ന്. കാരണം എന്തും അടിച്ചു മാറ്റും. അംബേദ്കർ ഹിന്ദു മതത്തിൽ അനാചാരം പരിഷ്കരിക്കാൻ പുറപ്പെട്ട ആളാണ് എന്ന് പോസ്റ്റർ അടിക്കുന്ന ആളുകളാണ്. ഹിന്ദുവായിട്ട് ജനിച്ചെങ്കിലും ഹിന്ദുവായി മരിക്കില്ല എന്ന് 1935 പ്രഖ്യാപിച്ച് 1956 ഒക്ടോബറിൽ 5 ലക്ഷം അനുയായികളോടൊപ്പം മതം മാറിയ ആളാണ് ഈ അംബേദ്കർ. അംബേദ്കർ ഹിന്ദുവാണ്. എൻ്റെ നാട്ടിൽ മറ്റേ പാലിയ സത്യാഗ്രഹത്തിൻ്റെ 50-ാം വാർഷികത്തിന് ഹിന്ദു ഐക്യവേദി പോസ്റ്റർ അടിച്ചു. പോസ്റ്ററിൽ AKGയുടെ പടം ഇങ്ങനെയുണ്ട്, AKGയുടെ പടം. കാരണം AKG ഹിന്ദു ഐക്യത്തിൻ്റെ ആളായിരുന്നല്ലോ. ഇമാതിരി പച്ചക്കള്ളം കൊണ്ട് മാത്രം കെട്ടിപ്പടുത്ത ഒരു ആശയവ്യവസ്ഥയുടെ പേരാണ് ഈ ഹിന്ദുത്വം എന്ന് പറയുന്നത്. അതിൽ യാതൊന്നുമില്ല. അത് 1-ാം തരം സാമ്രാജ്യ സേവയിൽ നിന്ന് രൂപപ്പെട്ടതാണ്. കാരണം ഇന്ത്യൻ പ്രാചീന ഇന്ത്യ ഹിന്ദുക്കളുടേതാണ് എന്ന് ആദ്യം വാദിക്കുന്നതും പറഞ്ഞുറപ്പിക്കുന്നതും ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാണ്. ഞാനതൊന്നും ഇപ്പോൾ പറയാൻ മുതിരുന്നില്ല, അത് മറ്റൊരു കഥയാണ്. ഇപ്പം ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് കൊള്ളക്കാരനാണ് എന്ന് പറഞ്ഞുണ്ടാക്കിയത് ആരാ? സാമ്രാജ്യത്വ ചരിത്രകാരന്മാരാണ്. അത് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവരാണ്. വാസ്തവത്തിൽ സാമ്രാജ്യത്വത്തിൻ്റെ വിടുവേല എന്ന് പറയുന്നത് സവർക്കറുടെ മാപ്പപേക്ഷ മാത്രമൊന്നുമല്ല, മറിച്ച് സാമ്രാജ്യത്വം ഇന്ത്യക്കെതിരെ ഉണ്ടാക്കിയ എല്ലാ ആശയങ്ങളെയും ഏറ്റെടുത്ത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ച് അതിൻ്റെ നടത്തിപ്പുകാരും പ്രചാരകരുമായി ഇപ്പോഴും നിലനിൽക്കുന്നത് ഈ വർഗീയവാദികളാണ്. അവരാണ് ഇന്ത്യൻ ഭൂതകാലം ആകമാനം ഹൈന്ദവാണെന്ന് പറയുന്നത്. അവരാണ് മധ്യകാല ഇന്ത്യ ഇസ്ലാമിക അധിനിവേശത്തിൻ്റെ കാലമാണെന്ന് മുസ്ലിങ്ങൾ അധിനിവേശകരാണ് എന്നും പറയുന്നത്.
അവരാണിതൊരു ഇരുണ്ട യുഗമാണ് എന്ന് പറയുന്നത്. 12-ാം നൂറ്റാണ്ട് മുതൽ അധിനിവേശത്തിൻ്റെ കാലമായി പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസുണ്ട്. സുപ്രീം കോടതി 12-ാം നൂറ്റാണ്ട് എന്താണെന്നറിയോ? ഡൽഹി സുൽത്താനേറ്റ് സ്ഥാപിക്കപ്പെട്ട കാലം. അന്ന് മുതൽ ഇന്ത്യ അധിനിവേശത്തിൻ്റെ കാലാണെന്ന് പ്രഖ്യാപിക്കണം എന്നാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേസുള്ളത്. ആ കേസ് ചിലപ്പോൾ വകവെച്ച് കൊടുക്കും കേട്ടോ. ആ നിലവാരത്തിലാണ് ഇപ്പം ജഡ്ജിമാർ. അല്ലെ, രാമക്ഷേത്രത്തിൻ്റെ വിധി എഴുതിയപ്പോൾ തലേന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വെളിപാടാണെന്നാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. പിന്നെ ഈ രാജ്യം എവിടെ എത്തും? ഈ രാജ്യത്തിൻ്റെ സ്ഥിതി നിങ്ങൾ ആലോചിക്കണം. 1991 ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമുണ്ട്, ഇന്ത്യൻ ആരാധനാലയ സംരക്ഷണ നിയമം. അതിൽ പറയുന്നത് 47 ഓഗസ്റ്റ് 15 ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾ എങ്ങനെയാണോ നിലനിൽക്കുന്നത് അതിലൊരു മാറ്റവും വരുത്തിക്കൂടാ. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ്. ദാറ്റ് മീൻസ് ഇന്ത്യയിലെ പ്രിവെയിലിംഗ് ലോ ആണ്, നിലനിൽക്കുന്ന നിയമമാണ്. നിയമം ഉണ്ടാക്കാനായിട്ട് കോടതിക്ക് അധികാരമൊന്നുമില്ല. നിലനിൽക്കുന്ന നിയമം 91 മുതൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. ഈ നിയമം നിലനിൽക്കുന്ന സമയത്താണ് ഗ്യാൻവാപി പള്ളിയിൽ കുഴിക്കാനായിട്ട് അവിടുത്തെ ഒരു മുൻസിഫ് ഉത്തരവിട്ടത്. ആ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ചെന്നു, ഹൈക്കോടതി തള്ളി, സുപ്രീം കോടതി ചെന്നു, സുപ്രീം കോടതി തള്ളി. നിയമം അവിടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു, കുഴിക്കാൻ ഉത്തരവ് കയറിയിട്ടു. അത് പിന്നെ മധുരയിലെത്തി, കാശ്മീരെത്തി, അജ്മീർ ദർഗയിൽ വരെ എത്തി. എവിടെ എത്തും? ഏത് പഞ്ചായത്തിലും കുഴിക്കും. അതിനൊക്കെ അനുവാദം കൊടുക്കുന്ന ഒരു സംവിധാനമായിട്ട് നമ്മുടെ നീതിന്യായ സംവിധാനം മാറുകയും ചെയ്യും. അതാണ് ഇന്ന് ഇന്ത്യ എത്തി നിൽക്കുന്ന സ്ഥിതിവിശേഷം. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന വാദങ്ങളൊക്കെ സമ്മതിക്കപ്പെടും. ഗാന്ധിയെ തന്നെയും വാസ്തവത്തിൽ അടിച്ചു മാറ്റാൻ പറ്റിയാൽ അടിച്ചു മാറ്റാം എന്ന് കരുതുന്ന, കാരണം ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ആധുനികതയുടെ ചരിത്രത്തിലോ യാതൊരു പങ്കുമില്ലാത്ത ഒരു കൂട്ടരാണ് വാസ്തവത്തിൽ ഇന്ത്യയിൽ വർഗീയവാദം. ഗാന്ധിയുടെ മതം എന്ന് പറയുന്നത് വളരെ ക്ലിയർ കട്ടാണ്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ മതം രാഷ്ട്രീയത്തിൽ വേണമെന്ന് കരുതിയ ഒരാളാണ്. പക്ഷേ രണ്ടാമതൊരു ഘട്ടത്തിൽ മതമെന്ന് അദ്ദേഹം പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, മതത്തെ അദ്ദേഹം ആചാരാനുഷ്ഠാനങ്ങളോ സാമ്പ്രദായിക മതങ്ങളോ ഒന്നുമായിട്ട് കണ്ടിട്ടില്ല. ഒരു ഘട്ടത്തിലും ഗാന്ധിക്ക് മതം അതായിരുന്നില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ആരാധനാലയങ്ങൾ സന്ദർശിക്കാനോ പ്രകടമായ പൂജയിലോ ഭക്തി പ്രകടനത്തിലോ ഒന്നും പങ്കുചേരാതിരിക്കാനോ എപ്പോഴും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന് മതം ദൈവം എന്ന് പറയുന്നതിന് വളരെ ലളിതമായ ഒരു അർത്ഥമേ ഉണ്ടായിട്ടുള്ളൂ. അത് തൻ്റെ സത്യബോധം എന്നാണ്. ഗാന്ധി രാമനെ കുറിച്ച് പറയുന്നൊരു വാക്യമുണ്ട്, എൻ്റെ രാമൻ സീതാപതിയല്ല, ദശരഥപുത്രനല്ല, അയോധ്യയിലെ രാജാവല്ല, എൻ്റെ രാമൻ എൻ്റെ മനസ്സിലെ സത്യബോധത്തിൻ്റെ പേരാണ് എന്ന് ഗാന്ധി പറയും. ഇത് വേറൊരാശയാണ്. ഇത് ദൈവമെന്ന സങ്കല്പത്തെ മതമെന്ന സങ്കല്പത്തെ തന്നെ അകത്തെ അഴിച്ചു പണിയുന്നൊരു കാര്യമാണ്. 1920-കളിൽ ഗാന്ധി അത്തരത്തിലൊരു ധാർമ്മിക അടിസ്ഥാനം, മതത്തിൻ്റെ ധാർമ്മിക അടിസ്ഥാനം രാഷ്ട്രീയത്തിന് വേണമെന്ന് കരുതുകയും അതില്ലെങ്കിൽ രാഷ്ട്രീയം ജീർണമായി പോകുമെന്ന് കരുതുകയും ചെയ്ത ഒരാളാണ്. 30-കളാകുമ്പോൾ ഗാന്ധി ഈ ഊന്നലിൽ ഒരു മാറ്റം വരുത്തുകയും 30-കളിൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും പ്രസംഗങ്ങളിലുമൊക്കെ മതമെന്ന് പറയുന്നത്, അതിൻ്റെ ധാർമ്മിക ഉള്ളടക്കം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് മാത്രം അവകാശപ്പെടാവുന്നതല്ല, എല്ലാ മതങ്ങൾക്കും സാർവത്രികമായി ഇതുണ്ട്, അത് അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക മൂല്യമാണ്, മതമല്ലാതെ ഒരു ആചാര മതമല്ല എന്ന കാര്യം അദ്ദേഹം കൂടുതലായിട്ട് 30-കളിൽ പറയുന്നു. 40-കളിൽ വിഭജനത്തിൻ്റെ ഘട്ടെത്തുമ്പോഴേക്കും ഗാന്ധി ഈ നിലപാടും മാറ്റി. 40-കളിൽ അദ്ദേഹം ഉടനീളം പറഞ്ഞ, പ്രത്യേകിച്ച് 45 മുതൽ ക്യാബിനറ്റ് മിഷൻ വരികയും ഇന്ത്യ വിഭജനം ഏതാണ്ടൊരു യാഥാർത്ഥ്യമാവുകയും ചെയ്തതോടെ ഗാന്ധി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം, റിലീജിയൻ ഈസ് പ്യുവർലി എ പേഴ്സണൽ മാറ്റർ, ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ പൊളിറ്റിക്സ്. മതം സമ്പൂർണമായിട്ടും ഒരു വ്യക്തിപരമായ കാര്യമാണ്, അതിന് രാഷ്ട്രീയവുമായി ഒരു ബന്ധവുമില്ല. 46-ൽ ഒരു ക്രിസ്ത്യൻ മിഷണറിയുമായിട്ട് നടത്തിയ സംഭാഷണത്തിൽ ഗാന്ധി പറയുന്നത്, ഒരൊറ്റ ദിവസത്തേക്ക് ഞാൻ ഈ രാജ്യത്തിൻ്റെ പരമാധികാരിയായാൽ ഞാൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം മതത്തെയും ഭരണകൂടത്തെയും സമ്പൂർണമായി വേർപെടുത്തുകയായിരിക്കും. ഇത് ഗാന്ധിയുടെ വാക്യമാണ്. തുടർന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി ആ സന്ദർഭത്തിൽ, ആ പ്രസംഗത്തിലല്ല, മറ്റൊരു സന്ദർഭത്തിൽ 46-ൽ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒരേ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും രാജ്യത്തിന് മതം ആവശ്യമില്ല. 100-ൽ 100 ആളും ഒരു മതമാണെങ്കിലും രാഷ്ട്രം മതം ആവശ്യമുള്ള ഒന്നല്ല, രാഷ്ട്രം മതനിരപേക്ഷമായിരിക്കണം. ഇതെത്രയോ ഘട്ടങ്ങളിൽ അദ്ദേഹം പിന്നെ ആവർത്തിക്കുന്നുണ്ട്. ഈ ഗാന്ധിയിൽ നിന്ന് 1920-ലെ ഗാന്ധിയിൽ നിന്ന് ഈ ഗാന്ധിയിലേക്ക് ഒരുപാട് അകലമുണ്ട്.
പക്ഷേ ഇത് അദ്ദേഹം 1945 എത്തുമ്പോഴേക്കും, വിഭജനം എത്തുമ്പോഴേക്കും, വർഗീയതയുടെ ഇന്ത്യയുടെ ചരിത്രം മനസ്സിലാക്കിയതിന് ശേഷം ഗാന്ധി എടുക്കുന്ന നിലപാടാണ്. അങ്ങനെ തന്നെ തിരുത്തിക്കൊണ്ട് ഈ ഒരു നിലപാടിനെ വ്യക്തികളുടെ ആന്തര ശുദ്ധീകരണത്തിൻ്റെയും വ്യക്തികളുടെ മനസാക്ഷിയുടെ നവീകരണത്തിൻ്റെയും ഒരു ഉപാധി എന്ന നിലയിലല്ലാതെ സാമൂഹ്യ അധികാരത്തിലോ രാഷ്ട്രശരീരത്തിലോ എന്തെങ്കിലും ഒരു പങ്കുള്ള ഒരു ഘടകമായി മതം മാറിക്കൂടാ എന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലേക്ക് 1940കളിൽ ഗാന്ധി എത്തിച്ചേരുന്നുണ്ട്. അത് അദ്ദേഹം പല രൂപത്തിൽ ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം വൈസ്രോയിക്ക് എഴുതിയ കത്തിൽ പറയുന്നുണ്ട്, ഇന്ത്യ മതപരമായി വിഭജിതമായത് കൊളോണിയൽ ഭരണം കൊണ്ടാണ്, അല്ലാതെ ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങളുടെ നിലനിൽപ്പ് കൊണ്ടല്ല. കോളനി ഭരണം, ബ്രിട്ടീഷ് അധിനിവേശം എന്ന അസ്വാഭാവികമായ സ്ഥിതിവിശേഷമാണ് മതപരമായ വിഭജനങ്ങൾക്ക് വഴിവെച്ചത്. അതല്ലാതെ ഇന്ത്യയിലെ വ്യത്യസ്ത മതങ്ങൾ അതിൽ തന്നെ വൈരുദ്ധ്യം നിറഞ്ഞതുകൊണ്ടല്ല. എന്നിങ്ങനെ ഇന്ത്യക്കുമേൽ ബ്രിട്ടീഷ് ചരിത്രകാരന്മാരാരോപിച്ച മതഭ്രാന്തിൻ്റെയും മതവൈരുദ്ധ്യങ്ങളുടെയും ചരിത്രത്തെ സംശയരഹിതമായി തള്ളിക്കൊണ്ട് ഇന്ത്യയിലെ മതവർഗീയതയുടെ വേരുകളെ അദ്ദേഹം സാമ്രാജ്യത്വ ചരിത്രവുമായി ബന്ധിപ്പിച്ച് വിശദീകരിക്കുന്നുണ്ട് 46-ൽ. ഇത് എത്രയെങ്കിലും ആ സമയത്തൊക്കെ ഗാന്ധി എടുക്കുന്ന അതിശക്തമായ നിലപാടുകളുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, അദ്ദേഹം വിഭജന സമയത്ത് മുസ്ലിങ്ങൾക്കുള്ള അവിശ്വാസമാണ് പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരമെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഗാന്ധിക്കല്ലാതെ ഇന്ത്യയിൽ ഒരാൾക്കും ആലോചിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. അദ്ദേഹം പറഞ്ഞ് ജിന്നയെ പ്രധാനമന്ത്രിയാക്കും, ക്യാബിനറ്റിലെ മുഴുവൻ അംഗങ്ങളെയും ജിന്ന തീരുമാനിക്കട്ടെ, അതോടെ അവിശ്വാസത്തിൻ്റെ പ്രശ്നം അവസാനിക്കും. അങ്ങനെ പറയാം. അതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. 1948 ജനുവരി 13 ആരംഭിച്ച സത്യാഗ്രഹത്തിൽ അദ്ദേഹം മുമ്പോട്ട് വെച്ച പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ: 1, കലാപം സമ്പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം; 2, അക്കൊല്ലം മുടങ്ങിപ്പോകുമെന്ന് കരുതിയ മെഹ്റോളിയിലെ ഉറൂസ്, അഭയാർത്ഥികളുടെ വമ്പിച്ച പ്രവാഹം കൊണ്ട് ആ ഉറൂസ് നടക്കുന്ന മെഹ്റോളിയിലെ ദർഗ, അത് അഭയാർത്ഥികൾ കൈയടക്കിയിരുന്നു. അവിടെ അക്കൊല്ലം ഉറൂസ് നടത്താൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഉറൂസ് നടക്കണം. 1948 ജനുവരി 27 അവിടെ ആ ഉറൂസ് നടക്കുകയുണ്ടായി. അതിൽ പങ്കുചേരാൻ ഗാന്ധി പോവുകയും ചെയ്തിരുന്നു. ഗാന്ധിയുടെ അവസാനത്തെ പുറത്തേക്കുള്ള, ബിർള ഹൗസിന് പുറത്തേക്കുള്ള സഞ്ചാരം ഈ സംഗതി നടക്കുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. 3-ാമത് അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാന് കൊടുക്കേണ്ടിയിരുന്ന 55 കോടി രൂപ തിരിച്ചു കൊടുക്കണം. അത് കൊടുക്കാതിരിക്കുന്നത് ന്യായമല്ല. വിഭജന സമയത്തുണ്ടായ എഗ്രിമെൻ്റാണ്. ആ എഗ്രിമെൻ്റ് കൊടുക്കണം. റിസർവ് ബാങ്ക് വിഭജിച്ചപ്പോൾ പകരം അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച പണമാണ്, അത് കൊടുക്കണം. അങ്ങനെ അതാ ഞാൻ പറഞ്ഞു, ഇർഫാൻ പറയുന്ന വാക്യം അതാണ്. അടിസ്ഥാന നിർണായക മുഹൂർത്തങ്ങളിൽ, അടിസ്ഥാന മൂല്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. താൻ കൊല്ലപ്പെടുമെന്ന കാര്യം ഏതാണ്ട് ഗാന്ധിക്ക് അറിയുമായിരുന്നു. ഞാൻ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അതറിയാതെയൊന്നുമല്ല. 48 ജനുവരി 20 ശേഷം ഒരു ദിവസം 22 മറ്റോ ഗാന്ധിയോടുള്ള സംഭാഷണ മധ്യേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ ബിർള ഹൗസിൽ വെച്ച് പറയുന്നുണ്ട്, ഏതോ ഒരു ഭ്രാന്തൻ ചെറുക്കൻ്റെ കാട്ടിക്കൂട്ടലാണ് 20-ാം തീയതി ബോംബേർ, അതല്ലാതെ അതിൽ ഗൂഢാലോചനയൊന്നുമില്ല എന്ന മട്ടിൽ പറയുന്നുണ്ട്. ഗാന്ധി അതിന് മറുപടിയായി പറഞ്ഞത്, കാൺ യു സീ there is a wider and deeper conspiracy behind that. അതിനു പിന്നിൽ അത്യന്തം വിപുലവും ആഴമുള്ളതുമായൊരു ഗൂഢാലോചനയുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്ന് ഗാന്ധി ചോദിക്കുന്നുണ്ട്. ഗാന്ധിക്ക് ഇത് അറിയാഞ്ഞിട്ടൊന്നുമല്ല. 48 ജനുവരി 29 രാത്രി ഗാന്ധിയുടെ അനുയായിയായിട്ടുള്ള, ഗാന്ധിയുടെ വാക്കിംഗ് സ്റ്റിക്ക് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട മനു ഗാന്ധിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. ഗാന്ധിക്ക് കനത്ത ചുമയുള്ള ദിവസമായി മരുന്ന് കൊടുക്കുന്നുണ്ട്. ഗാന്ധി അന്ന് മരുന്ന് കഴിക്കുന്നില്ല. ഗാന്ധി അന്ന് രാത്രി 9 മണി കഴിയുമ്പോൾ ഉള്ള സംഭാഷണത്തിൽ തന്നോട് പറഞ്ഞ കാര്യം മനു പിന്നീട് രേഖപ്പെടുത്തുന്നുണ്ട്. മനു എഴുതിയിട്ടുള്ളത് ഗാന്ധി ഇങ്ങനെ പറഞ്ഞ കാര്യമാണ്: ഞാൻ രോഗബാധിതനായിട്ടാണ് മരിക്കുന്നതെങ്കിൽ ഞാനൊരു കപട മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. അതിൻ്റെ പേരിൽ നിങ്ങൾ പഴി കേൾക്കും, എങ്കിലും അത് പറയണം. മറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ എന്ന പോലെ ആരെങ്കിലും എനിക്കെതിരെ ഒരു ബോംബ് എറിയുകയോ ആരുടെയെങ്കിലും നിറതോക്കിൽ നിന്ന് എൻ്റെ നെഞ്ചിന് നേരെ വെടിയുണ്ടകൾ ഉതിരുകയോ ചെയ്യുകയും ചുണ്ടിലൊരു ഞരക്കം പോലും ഇല്ലാതെ ദൈവനാമം ഉരുവിട്ടുകൊണ്ട് ഞാനത് ഏറ്റുവാങ്ങുകയും ചെയ്യുകയാണെങ്കിൽ ഞാനൊരു യഥാർത്ഥ മഹാത്മാവായിരുന്നു എന്ന് നിങ്ങൾ ലോകത്തോട് പറയണം. ഇത് 1948 ജനുവരി 29
രാത്രി 9:30 മണിക്കാണ്. പിന്നീട് ഗാന്ധി ജീവിച്ചത് 20 മണിക്കൂറാണ്. അറിയാതെയൊന്നുമല്ല, ഗാന്ധിക്ക് അറിയുമായിരുന്നു. ഒരുപക്ഷെ തൻ്റെ മരണം കൊണ്ട് മാത്രം പിടിച്ചു നിർത്താവുന്ന ഒന്നാണ് ഇന്ത്യയിലെ വർഗീയതയുടെ വ്യാപനം എന്ന് ഗാന്ധിക്ക് അറിയുമായിരുന്നു. അപാരമായ തൻ്റെ ധാർമ്മിക ബലം കൊണ്ട് വിഭജനത്തെ ചെറുക്കാൻ, അതുണ്ടാക്കിയ രക്തച്ചൊരിച്ചിലിനെ മറികടക്കാൻ കഴിയും എന്ന് ഗാന്ധിക്ക് ഒരുപക്ഷെ തോന്നിയിരുന്നു. അതുകൊണ്ടുകൂടിയാണ് നിർഭയനായി അദ്ദേഹം ഈ മരണത്തിലേക്ക് തന്നെ നടന്നുപോയത്. ഞാൻ പറഞ്ഞത്, ഗാന്ധിയുടെ മതം എന്ന് പറയുന്ന സമയത്ത് നാം ഓർക്കേണ്ട കാര്യം, മതം എന്നത് അദ്ദേഹത്തിന് പരിപൂർണമായും ഒരു ധാർമ്മിക ബോധ്യമായിരുന്നു. ആ ധാർമ്മിക ബോധ്യം ലോകത്തുള്ള സർവ്വചരാചരങ്ങളോടുമുള്ള നിരുപാധികമായ സ്നേഹം എന്നതായിരുന്നു. ബുദ്ധൻ മൈത്രി എന്ന് പറഞ്ഞ, പിന്നീട് അംബേദ്കർ മൈത്രി എന്ന സങ്കല്പത്തിൽ വികസിപ്പിച്ചെടുത്ത സാർവത്രികവും നിരുപാധികവുമായ സ്നേഹം എന്നതായിരുന്നു ഗാന്ധിയുടെ മതം എന്നത്. ആ സ്നേഹബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് എന്തിനേയും ചെറുക്കാനുള്ള ആത്മബലം ഗാന്ധി കണ്ടെത്തിയത്. ഗാന്ധിയെക്കുറിച്ച് എഴുതുമ്പോൾ വള്ളത്തോൾ ഒരു വരി എഴുതുന്നുണ്ട്: ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണൂ, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിനെ. ഗാന്ധിയുടെ ബലം, അശോകസ്തംഭത്തിലെ ധർമ്മസിംഹങ്ങളുണ്ടല്ലോ, സത്യം, അഹിംസ, ഉപേക്ഷ, കരുണ തുടങ്ങിയ മൂല്യങ്ങളെ ലോകത്തോട് ഉദ്ഘോഷിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട് അശോകൻ നിർമ്മിച്ച ധർമ്മസിംഹങ്ങളുണ്ട്. ആ സിംഹങ്ങളെ മുൻനിർത്തി എഴുതിയ ഒരു വരിയാണ്, പക്ഷെ കൂടുതൽ ഇണങ്ങുന്നത് ഗാന്ധിക്കുമാണ്. ഹിമവത് വിന്ധ്യാചല മധ്യദേശത്തെ കാണും, ശമമേ ശീലിച്ചെഴും ഇത്തരം സിംഹത്തിന്. ശമം ശീലിച്ചതായിരുന്നു. ആ ശമം എന്നത് നിരുപാധികമായ സ്നേഹമായിരുന്നു, സാർവത്രികമായ സാഹോദര്യ ഭാവനയായിരുന്നു. ആ സാഹോദര്യ ഭാവനയെയാണ് വാസ്തവത്തിൽ തൻ്റെ മതബോധമായി ഗാന്ധി കണ്ടത്, വിദ്വേഷത്തെയല്ല. അതുകൊണ്ട് ഗാന്ധി നിശ്ചയമായും മതബോധമുള്ള ആളായിരുന്നു, ദൈവബോധമുള്ള ആളായിരുന്നു. അതല്ല എന്ന് ഞാനതൊന്നുമല്ല. പക്ഷേ അതിൻ്റെ പേരിൽ ഗാന്ധിയുടെ മതബോധത്തെയോ ദൈവബോധത്തെയോ നിരാകരിക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. കാരണം ഗാന്ധിയുടെ മതബോധം എന്ന് പറയുന്നത് മറ്റേതെങ്കിലും മതത്തോടോ മറ്റേതെങ്കിലും ആശയത്തോടോ വിപരീതമായി നിൽക്കുന്ന ഒന്നല്ല. സാർവത്രികമായ സാഹോദര്യ ഭാവനയുടെ ഒരനുഭവ മണ്ഡലത്തെയാണ് ഗാന്ധി മതമാക്കി മാറ്റാൻ ശ്രമിച്ചത്. ആ മതം രാഷ്ട്രജീവിതത്തിൽ ഒരു കാരണവശാലും ഇടപെടാൻ പാടില്ല എന്ന് 45-ന് ശേഷമുള്ള തൻ്റെ കാലത്ത് അദ്ദേഹം പറയുകയും ചെയ്തു. ഇങ്ങനെ സ്വയം നവീകരിച്ചുകൊണ്ടും മതം എന്ന ആശയത്തെ അതിൻ്റെ ചെറിയ ചെറിയ ഇത്തിരി വട്ടങ്ങളിൽ നിന്ന് അതിൻ്റെ വിപുലമായ മൂല്യബോധത്തിലേക്ക് വികസിപ്പിച്ചുകൊണ്ടുമാണ് ഗാന്ധി മതത്തെ കൊണ്ടു നടന്നത്. ഇക്കാര്യങ്ങളൊക്കെ നാം ഇന്ന് കൂടുതൽ കൂടുതൽ ഓർക്കേണ്ടതുണ്ട്. കാരണം മതം എന്ന് പറയുന്നത് അപരവിദ്വേഷത്തിൻ്റെ, ശത്രുതയുടെ, വെറുപ്പിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ ജീവിതത്തെ മതപരമായി വെട്ടിപ്പിളർക്കുന്നതിൻ്റെ ഉപകരണമായി മാറിയ ഒരു ഘട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഗാന്ധി എന്ന വെളിച്ചത്തെ, അതിനെതിരായ വലിയ പ്രതിരോധ മുഖമായി നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അതിനുള്ള പ്രേരണയാണ് വാസ്തവത്തിൽ ഗാന്ധി എന്നത്. ഗാന്ധി എന്നത് ഒരു പഴയ പേരല്ല. ഗാന്ധി എന്നത് നമ്മുടെ നോട്ടുകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരടയാളമല്ല. ഗാന്ധി എന്നത് ഒക്ടോബർ 2-നും ജനുവരി 30-നും വന്നു പോകുന്ന അനുസ്മരണ ദിനങ്ങളല്ല. ഗാന്ധി എന്നത് വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരമുഖമാണ്. ആ വിട്ടുവീഴ്ചയില്ലാത്ത സമരമുഖം മതവർഗീയതക്കെതിരായ ഒത്തുതീർപ്പുകളില്ലാത്ത നമ്മുടെ സമരസന്നദ്ധത കൊണ്ട് മാത്രമാണ് വാസ്തവത്തിൽ ഗാന്ധിയെ നമുക്ക് ആദരിക്കാൻ പറ്റും. വർഗീയതയോട്, മതവിദ്വേഷത്തോട് ഏതേതളവിൽ നിങ്ങൾക്ക് എതിരിട്ട് നിൽക്കാൻ കഴിയുമോ അപ്പോഴൊക്കെ നിങ്ങൾ ഗാന്ധിയോടൊപ്പമുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാത്തപ്പോഴൊക്കെ നമ്മൾ ഗാന്ധിക്കെതിരായി തീരും എന്നുകൂടി ഞാൻ പറയും. ആ ഓർമ്മയായി ഗാന്ധി നമ്മിൽ പ്രവർത്തിക്കണം എന്നൊരാഗ്രഹം പങ്കുവയ്ക്കുന്നു. നമസ്കാരം.